ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഒരു പതിറ്റാണ്ട് മുൻപ് അഴിമതി വിരുദ്ധതയുടെ വെള്ളത്തൊപ്പിയിട്ട് ദില്ലിയിൽ തുടങ്ങിയ ആം ആദ്മി ഭരണത്തിന് ദയനീയ പര്യവസാനം. ഇന്ത്യ പോലൊരു രാജ്യത്ത് പ്രത്യയശാസ്ത്രത്തിന്റെ മേമ്പൊടി പോലുമില്ലാതെ ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന അതിരുവിട്ട സ്വപ്നത്തിന് ജനത്തിന്റെ മറുപടി. കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടലല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നിലപാടുമില്ലായിരുന്നു രാജ്യത്ത് കഴിഞ്ഞ പതിറ്റാണ്ടിൽ BJP കഴിഞ്ഞാൽ ഏറ്റവും വളർച്ച കിട്ടിയ പാർട്ടിക്ക്. ദളിത്, ന്യൂനപക്ഷ, ഹിന്ദുത്വവാദ പ്രശ്നങ്ങളിലൊന്നും നിലപാടില്ലാത്ത പൊളിറ്റിക്കൽ NGO ആയി അത് വിശേഷിപ്പിക്കപ്പെട്ടു. രാഷ്ട്രീയ വോട്ടിംഗ് നിരാകരിക്കാൻ അപ്പ് തന്നെ തുടങ്ങിവെച്ച സൗജന്യ രാഷ്ട്രീയത്തിന്റെ വഴിയെപ്പോയാണ് മൂക്കിന് താഴെയുള്ള മുഖ്യമന്ത്രി കസേര BJP പിടിച്ചിരിക്കുന്നത്. മധ്യവർഗ മാനേജ്മെന്റിൽ ആപ്പിനേക്കാൾ അതിവേഗം അവർ പിടിമുറുക്കി. ഒരേ ടാക്ടിക്സുള്ള രണ്ട് പാർട്ടികളിൽ ജനം മാറ്റം കണ്ടത് BJPയിൽ. ചില എക്സിറ്റ് പോളുകൾ നൽകിയ ഒരു സീറ്റിന്റെ പ്രതീക്ഷ പോലും കാക്കാത്ത, ഒരു തരി പോലുമാകാത്ത കോൺഗ്രസിനെ ദില്ലി ജനത മറന്ന മട്ടാണ്. ചോദ്യം ഇതാണ്: ആപ്പിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ചർച്ചയിൽ BJP പ്രതിനിധി TP ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടി, സന്തോഷ് ജോയ് മാധ്യമപ്രവർത്തകൻ. ആദ്യം വിനോദ് മാത്യു വിൽസണിലേക്ക്. വിനോദ്, നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ് നിങ്ങളുടെ വിലയിരുത്തൽ? അതൊരു രസകരമായ സിനിമ തന്നെ ഉണ്ടല്ലോ. നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുമ്പോൾ പ്രതിക്രിയാവാദവും വൈരുദ്ധ്യ ഭൗതികവും തമ്മിൽ സംഘർഷമായിരുന്നു ഞാൻ പറയുന്നില്ല. ജനവിധി അംഗീകരിക്കുന്നു, മാനിക്കുന്നു. പക്ഷേ സ്മൃതി, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പോരാടിയത് ഈ പറയുന്ന ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്ര അടിത്തറയില്ലാത്തതിന്റെ ഭാഗമായിട്ട് മാത്രമല്ല. ഞങ്ങൾ വളരുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ, ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJPക്ക് ഭീഷണിയാവുന്ന സമയത്ത് ഞങ്ങൾ BJPയോട് മാത്രമല്ലല്ലോ ഞങ്ങൾ യുദ്ധം ചെയ്തു. ഞങ്ങൾ യുദ്ധം ചെയ്ത് EDയോടും ഇലക്ഷൻ കമ്മീഷനോടും CBIയോടും ഡിസ്ട്രിക്ട് പോലീസിനോടും IT ഡിപ്പാർട്ട്മെന്റിനോടും കോൺഗ്രസിനോടും BJPയോടും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒക്കെയല്ല ഞങ്ങൾ യുദ്ധം ചെയ്തത്. ഞാൻ ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരുപാട് വിഷയങ്ങൾക്ക് സമയമില്ലാന്ന് എനിക്കറിയാം. അതായത് ഡൽഹിയിൽ ഇപ്പം ഞാൻ പല ചർച്ചകൾ കണ്ടു. ഡൽഹിയിൽ കോൺഗ്രസ്സുകാർ പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്, ഷീലാ ദീക്ഷിതാണ് വന്നത്, അതിനുശേഷം ഞങ്ങൾ അഴിമതിക്കാരായി, ഞങ്ങൾക്ക് അടിസ്ഥാന പ്രത്യയശാസ്ത്രം. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. 10 വർഷം ഞങ്ങൾ അവിടെ ഭരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സപ്പോർട്ടില്ല. ഈ ഷീലാ ദീക്ഷിത് ഭരിച്ച സമയത്തൊക്കെ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് കൂടിയാണ് ഭരിക്കുന്നത്, കൈയും കാലും കെട്ടിയിട്ടിട്ട്. പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഞങ്ങൾ ഫ്രീ ബീസിന്റെ പുറകെ മാത്രം പോയി അല്ല. യമുന നദി അടക്കമുള്ള വിഷയത്തിൽ, യമുന വെള്ളമടക്കമുള്ള വിഷയത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരെയും നിരന്തരമായി ഇത്തരം സംവിധാനം ഉപയോഗിച്ച് വേട്ടയാടുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഈ പറയുന്ന ഭരണ നിർവഹണങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. ഞങ്ങളോട് യുദ്ധം ചെയ്യല്ലേ? ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്ന ആൾ ഞങ്ങളെ കാണുന്ന ശത്രുവായിട്ടല്ലേ? അപ്പൊ ഈ വട്ടക്കൂടിനുള്ളിൽ, ഈ ചട്ടക്കൂടിനുള്ളിൽ അഭിമന്യു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അഭിമന്യു പെട്ടുപോയതുപോലെ ആ വലിയ വിനോദ് മാത്യു വിൽസൺ, നിങ്ങൾ അഴിമതിക്ക് വിരുദ്ധ പാർട്ടിയായിട്ടാണ് നിങ്ങളുടെ രംഗപ്രവേശം. അവസാനം നിങ്ങൾ താഴേക്ക് വീഴുന്നതും അഴിമതി കറ പുരണ്ടാണ്. അപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനാവാത്ത കയ്യും കാലും കെട്ടിയിട്ട BJP കേന്ദ്ര സർക്കാർ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ജയിലിൽ പോയി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്നു, ജാമ്യത്തിലിറങ്ങി, വോട്ട് തേടി, ജനങ്ങളോട് തങ്ങൾക്ക് നേരെയുണ്ടായ അനീതി വിളിച്ചു പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് ജനം അത് മനസ്സിലാക്കിയില്ല? ജനത്തിന് ബോധ്യപ്പെടാത്ത എന്തോ ഉണ്ട്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. എത്ര തവണ സ്മൃതി ആവർത്തിച്ച ചോദ്യം ചോദിച്ചാലും എനിക്ക് ഒറ്റ ഉത്തരവ് മാത്രമേ ഉള്ളൂ: ജനവിധി മാനിക്കുന്നു. കേജ്രിവാളിന്റെ ഭാഷ തന്നെ എങ്ങനെയാണ്? ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരുന്നു, നിങ്ങളുടെ വിധി, ആ വിധി മാനിക്കുന്നു കേജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, നിങ്ങൾക്ക് ഇതിപ്പോൾ അംഗീകരിച്ചേ പറ്റൂ. വിനോദ് മാത്യു വിൽസൺ, നിങ്ങളെ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പിഴവുകൾ എന്താണെന്ന് ബോധ്യമാകുന്നുണ്ടോ? നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി നിങ്ങൾ ഏറ്റുമുട്ടലാണെന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഏറ്റുമുട്ടിയത്? നിങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾക്കെതിരെ കേസുകൾ വരുമ്പോൾ, നിങ്ങളുടെ കയ്യും കാലും കെട്ടുമ്പോൾ, അല്ലാതെ BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നിങ്ങൾ എപ്പോൾ പോരാടിയിട്ടുണ്ട്? BJPയുമായി സമന്വയത്തിലായിരുന്നു നിങ്ങൾ ആദ്യം പോയത്. BJPക്ക് നിങ്ങൾ വരുന്നതിൽ ആദ്യം ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നതിൽ കൂടി ആദ്യം ആലോചനയുണ്ടായിരുന്നില്ല. ഏത് ഘട്ടത്തിലാണ് ഇതൊക്കെ സഖ്യമായി വന്നതെന്നും BJP നിങ്ങളുടെ മുഖ്യ ശത്രുവായി മാറിയതെന്നും ഒക്കെ നമുക്കറിയുന്നതല്ലേ? അല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു നരേഷൻ തന്നെ ശരിയല്ലല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ആദ്യകാലത്ത് സംഘപരിവാറിന്റെ B ടീമാണ് ആം ആദ്മി ചാപ്പ് കുത്തിയതിനു ശേഷം കഴിഞ്ഞ കാല പോരാട്ടങ്ങളുടെ ഭാഗമായി അവർ കേജ്രിവാളിന്റെ പോരാട്ടം, കേജ്രിവാളും നരേന്ദ്രമോദിയും തമ്മിൽ നേർക്കുനേരുള്ള പോരാട്ടത്തിൽ മാറ്റി പറഞ്ഞില്ലേ? BJPക്കെതിരെ വളരുന്ന ഒരു പാർട്ടി, ഇന്ത്യയിൽ അതിവേഗം വളരുന്ന പാർട്ടിയായി മാറിയില്ലേ? ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങൾ ഗതകാല സ്മരണകൾ മാത്രം അയവിറക്കി കോൺഗ്രസ് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ സ്ഥലത്തും BJPയുടെ കോട്ടകൊത്തളങ്ങളിൽ പോയി, ഗുജറാത്തിലൊക്കെ പോയി നേരിട്ട് ഫൈറ്റ് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇതുവരെ, ഇന്ന് രാവിലെ ഞാൻ കണ്ട കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഡൽഹി റിസൾട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എവിടെ നിന്നാ പറയുന്നത്? വയനാട്ടിൽ നിന്നാ പറയുന്നത്. സുരക്ഷിതമായ മണ്ഡലം തേടി വന്നപ്പോ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വാരണാസിയിൽ പോയി സമരം വന്നിരുന്നില്ല. ആ പ്രതികരണം പൂർണ്ണഫലം വരാത്ത സമയത്താണ്. അതിനുശേഷം പൂർണ്ണഫലം വന്ന ശേഷം പറഞ്ഞല്ലോ.
ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ പൂർണ്ണഫലം രാവിലെ മുതൽ അങ്ങനെയല്ലല്ലോ. ഡൽഹിയിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ്? ഒരു പ്രിയങ്ക വയനാട്ടിൽ ഇരിക്കുന്നവരുടെ ഉന്നതമായ നേതാവ് 10 മണിയായിട്ട് അറിഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് അത്ര പ്രതീക്ഷ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെ ഡൽഹിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലായ്മപ്പെട്ടു പോയ സാഹചര്യത്തിൽ ഈ ആഗോള തലത്തിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഈ പറയുന്ന ഭരണഘടന എടുത്തുവെച്ച് ഭരണഘടനാ മൂല്യങ്ങളെ എല്ലാ തരത്തിലും ആക്രമിക്കുന്നു, അതിനെ എല്ലാ തരത്തിലും വരിഞ്ഞു മുറുക്കുന്നു, നാഴിക്ക് 40 വട്ടം പറയുന്ന സാഹചര്യം എങ്ങനെയാണ് കോൺഗ്രസ് ഉണ്ടായത്? കോൺഗ്രസിന് അറിയാം, ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദിക്കെതിരെ ഡൽഹിയിലല്ല ഇന്ത്യ സഖ്യത്തിന് മുൻപന്തിയിൽ പോരാടിയ വ്യക്തിയാണ് അരവിന്ദ് കേജ്രിവാൾ എന്നറിയാം. പക്ഷെ ഡൽഹിയിലേക്ക് വരുമ്പോ കേവലമായിട്ടുള്ള ചൊരുക്കു മാത്രം ഹരിയാനയിൽ തോൽപ്പിച്ചു, അല്ലെ ഗോവയിൽ തോൽപ്പിച്ചു. അതുകൊണ്ട് ഒരു നയം ഞാൻ ഒറ്റ സ്റ്റേറ്റ്മെന്റിനോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെയൊക്കെ ഈ നാട്ടിൽ ഇപ്പൊ ഈ പ്രണയപ്പകയുടെ ഭാഗമായിട്ട് ചില കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പോലീസുകാർ പ്രതികളെ അറസ്റ്റ് ചെയ്യും. പോലീസുകാർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആ കേസ് എന്ന് പറയുന്നത് നിന്നെയും കൊല്ലും ഞാനും ചാവും, ഇതാണ് എടുത്തത്. പക്ഷേ അവിടെ എന്താ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത്? അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ സഖ്യത്തിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനം ആദ്യം വന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്നല്ലേ? വിശ്വസിക്കാൻ പറ്റില്ലാത്ത പാർട്ടി എന്ന് കോൺഗ്രസിനെ ആദ്യം വിശേഷിപ്പിച്ചത് ആരാണ്? ആം ആദ്മി പാർട്ടിയല്ലേ? അത് തന്നെ തിരിച്ചും പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഡൽഹിയിൽ മത്സരിക്കേണ്ടത് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അതെ പറയാം, അല്ലെ നിങ്ങൾ സഖ്യത്തിലാകേണ്ടതില്ല എന്നുള്ള തീരുമാനം ആദ്യം വന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോൾ കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ പഴിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതൊന്ന് വ്യക്തമാക്കാം. വ്യക്തമാകാം, വളരെ കൃത്യമായിട്ടല്ലേ പറയുന്നത്. കോൺഗ്രസ് ഡൽഹിയിൽ മത്സരിക്കേണ്ട, അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കേണ്ട സാഹചര്യം ഇല്ലാന്ന് ഞങ്ങൾ എങ്ങും പറഞ്ഞിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു. അത് ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഞാൻ മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഡൽഹിയിൽ ഒരു സീറ്റിൽ ഒരു 0-ൽ നിന്ന് ഒരു 1-ലേക്ക് പോലും പോകാൻ സാധ്യമില്ലാത്തൊരു സാഹചര്യത്തിൽ ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി, ക്രൗഡ് പുള്ളറായ രാഹുൽ ഗാന്ധിയൊക്കെ വന്നിട്ട് അരവിന്ദ് കേജ്രിവാൾ അഴിമതിക്കാരനാണ്, സ്വാഭാവികമായിട്ടും ജനം എന്ന് പറയുന്ന സാധാരണ മനുഷ്യർ തോന്നില്ലേ, ഒരുമിച്ച് പ്രവർത്തിച്ച ഇന്ത്യ മുന്നണി ലോക്സഭാ സീറ്റിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന ഒരു പാർട്ടി പൊടുന്നനെ വന്ന് ഇയാൾ അഴിമതിക്കാരനാണ്, ഇയാൾ ദേശവിരുദ്ധനാണ്, ഇയാൾ നരേന്ദ്രമോദിയെക്കാളും കൗശലക്കാരനെന്ന് പറയുമ്പോൾ അത്തരം ഒരു നരേറ്റീവ് ജനങ്ങൾക്കിടയിൽ കൊടുത്തു സാഹചര്യം ഉണ്ടാക്കി. അതിന്റെ ഭാഗമായി വോട്ട് സ്പ്ലിറ്റ് ചെയ്തല്ലോ. ഇന്ന് മനീഷ് സിസോദിയെ തോറ്റത് 800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമല്ലേ? പല സ്ഥലങ്ങളിലും വോട്ട് പിടിച്ച് 3% വോട്ട് കൊണ്ടുവന്നല്ലോ. ആ വോട്ട് ഒരുപക്ഷെ ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ആം ആദ്മിക്ക് എത്താൻ സാഹചര്യം ഒരുക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ജയിക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഓൾ ഇന്ത്യ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരെ, വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു ചതിയന്റെ, വഞ്ചകന്റെ വേഷം കെട്ടാൻ രാഹുൽ ഗാന്ധി പാടില്ലായിരുന്നു. അല്ലാതെ മത്സരിക്കേണ്ട, കോൺഗ്രസിന് ഔദാര്യം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ, ഇപ്പോൾ മോദിക്ക് ഗ്യാരണ്ടിയുടെ വിജയമെന്ന് മോദി തന്നെ പറയുന്ന ആത്മവിശ്വാസം വീണ്ടെടുത്തിരിക്കുന്നു മോദി എന്നുള്ളതാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അങ്ങനെ മോദി സ്വയം മോദി എന്ന് പറയാറില്ലായിരുന്നു ഒരു ഇടവേളയിൽ. പക്ഷേ ഇപ്പോൾ ആ ആത്മവിശ്വാസത്തിലേക്ക് മോദി എത്തിയിരിക്കുന്നു. കാരണം പ്രചാരണത്തിലെ മുഖം മോദിയായിരുന്നു. അവിടെ ഒരു മുഖ്യമന്ത്രി മുഖമുണ്ടായിരുന്നില്ല. അവിടെ ഒരു നേതാവിനെ ഡൽഹിക്കായി വേറൊരു മുഖമായി കാണിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃത്യമായി മോദിയുടെ പ്രചാരണം തന്നെ ഗുണം ചെയ്തു എന്നുള്ള വിലയിരുത്തലാണോ നിങ്ങൾക്കുള്ളത്? ഇനിയിപ്പോൾ ഈ ഫ്രീ ബീസ് പൊളിറ്റിക്സിനെതിരെ അതിശക്തമായി പറഞ്ഞിരുന്ന BJP അത് തന്നെ നടപ്പാക്കിക്കൊണ്ട് ആപ്പിൽ നിന്നും ഒരു പടി മുന്നിൽ കടന്നുകൊണ്ട് അവിടെ വിജയം നേടുന്നു എന്ന് പറഞ്ഞാൽ അതിനെന്താണ് മറുപടി? സ്മൃതി, താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരിയിൽ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലവുമില്ലാതെ അഴിഞ്ഞ മാലിന്യം നിറഞ്ഞ കോൺഗ്രസിൻ്റെ ഡൽഹി രാഷ്ട്രീയത്തിൽ മധ്യവർഗം കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും. വളരെ സമർത്ഥനും കുശാഗ്ര ബുദ്ധിക്കാരനും കുരുട്ടി ബുദ്ധിക്കാരനുമായിരുന്ന അദ്ദേഹം ചില പരിമിതമായ ജനസേവന പ്രവർത്തനങ്ങളെയും ശാസ്ത്രീയമായ അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറച്ചു കാലം ഡൽഹിയിൽ വാണു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു പകരം സംവിധാനം കണ്ടെത്താൻ വേണ്ടി ഡൽഹിയിലെ ജനങ്ങൾ അല്പകാലം എടുത്തു കാപട്യം തിരിച്ചറിയാൻ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും ഡൽഹിയെക്കുറിച്ച് തന്നെയാണ്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഡൽഹി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പരിച്ഛേദമാണ്. ഉത്തര, ദക്ഷിണ, മധ്യ, പൂർവ്വ, പശ്ചിമ ഭാരതത്തിൻ്റെ പരിച്ഛേദമാണ് ഡൽഹി. ഈ ഡൽഹിയിലെ ഓരോ ചലനവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പരിവർത്തനം വരുത്തും. സ്വാഭാവികമായിട്ടും കുറച്ചു കാലമായി താങ്കൾ പറഞ്ഞ മാതിരിയിൽ അത്തരമൊരു വഞ്ചനാത്മകമായ രാഷ്ട്രീയത്തിലായിരുന്നു ഡൽഹി ജനത അവർ അധിവസിച്ചിരുന്നത്. പക്ഷേ ഇന്നൊരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇത് കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാനൊരു വാർത്ത ഇവിടെ ചൂണ്ടിക്കാണിക്കാം. അത് റിപ്പോർട്ടറിനെ കുറിച്ചല്ല. റിപ്പോർട്ടറുമായി ശക്തമായി മത്സരിക്കുന്ന ഒരു മാധ്യമം, വലിയ ജനപ്രീതി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമം, അതിൻ്റെ റിപ്പോർട്ടർ ഈ ചർച്ചയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? AAP നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾ ഏറ്റെടുത്തതാണ്. BJP വാഗ്ദാനങ്ങളൊന്നും അവർ വിശ്വസിക്കില്ല. എന്ത് തന്നെ വന്നാലും ആം ആദ്മി പാർട്ടിയായിരിക്കും ഡൽഹിയിൽ അതിജീവിക്കുക. പക്ഷേ നമ്മൾ അറിയുന്നു,
കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് രാഷ്ട്രീയത്തിൽ നൽകുന്നൊരു പാഠമുണ്ട് സ്മൃതി. കോൺഗ്രസ് അപ്രസക്തമാകുന്നു, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയും പൂർണ്ണമായി നശിക്കുകയാണ്. ഭാരതത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളേറെ ചർച്ച ചെയ്തത് BJP പുറകോട്ട് പോയോ എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം വളരെ കുറ്റമറ്റ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ, വളരെ കൃത്യമായ ശാസ്ത്രീയ നിഗമനങ്ങളിലൂടെ, പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ട് ഭാരതത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ ഫലം ഇന്ന് ഡൽഹിയിൽ നമ്മൾ നേരിടുകയാണ്. ഡൽഹിയിലെ നിയമസഭാ മണ്ഡലത്തിലെ വൻ വിജയം BJPയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൻ്റെ കഴിവും വോട്ട് ബാങ്ക് സങ്കല്പം എന്ന ഭാരതത്തിലെ പൊളിറ്റിക്സ് അപ്രധാനമാകുന്ന കാഴ്ചയും കൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അതായത് പടിപടിയായുള്ള നിങ്ങളുടെ പദ്ധതി, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മദ്യനയ അഴിമതി കേസ് മുതൽ നിങ്ങളുടെ കൃത്യമായ പദ്ധതിയായിരുന്നു. അതിനുശേഷം വീട് വീടാന്തരമുള്ള പ്രചാരണം, അതും ഗുണം ചെയ്തു. അതിൽ RSSന്റെ പങ്ക് പ്രധാനം. അതുകൊണ്ടാണോ ഇതുവരെ കിട്ടാത്ത പോളിംഗ് ശതമാനത്തിലേക്ക് 47% മുകളിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിച്ചത്, വോട്ട് ശതമാനത്തിലേക്ക്? അല്ല, 10 വർഷം എടുത്തു ഡൽഹിയിലെ ജനത തിരിച്ചറിയാൻ. അവർക്ക് സ്വാഭാവികമായിട്ട് അവരനുഭവിച്ചു സ്മൃതി ഈ കാര്യങ്ങൾ. അവരുടെ സംസ്ഥാനത്ത് കീറക്കുപ്പായവും ചെരുപ്പും ഇട്ട് നടന്ന ആം ആദ്മി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം മണിമന്ദിരങ്ങൾ പണിയുമ്പോൾ, തന്റെ പ്രൊഫഷണലിസം അദ്ദേഹം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചറിയുന്നു. ചോദ്യം നിങ്ങൾ ചോദിച്ചോളൂ സാർ, ചോദ്യം ചോദിച്ചോളൂ. ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് നിങ്ങളുടെ റൗണ്ട് വരുമ്പോൾ നിങ്ങൾ എത്ര ചോദ്യം വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയും. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നോക്കൂ, മുസഫാബാദ് മലയാളികൾക്ക് പ്രാധാന്യമുള്ള 20 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഡൽഹിയിൽ. ആ 20ലും നമ്മൾ നേട്ടം കൊയ്തു എന്ന് മാത്രമല്ല, കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അറസ്റ്റ് ഒരുപക്ഷെ അത് ഗുണപരമായി ഭവിക്കുമെന്നായിരുന്നു നമ്മൾ മലയാള മാധ്യമങ്ങളൊക്കെ പ്രവചിച്ചിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും. അതുകൊണ്ടായിരുന്നു കേരളത്തിൽ LDFും UDFും അത് ആഘോഷിച്ചിരുന്നത്. കാരണം അത് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിൻ്റെ ഗ്രാഫ് ഉയർത്തും, അദ്ദേഹം രക്ഷപ്പെടും. പക്ഷെ ഉണ്ടായത് എന്താണ്? ആ കാപട്യമായി ജനത തിരിച്ചറിഞ്ഞു, അവർ മനസ്സിലാക്കി. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും കപടനായിരുന്നു ഇദ്ദേഹമെന്ന് തിരിച്ചറിവ് ഡൽഹിയിൽ ഒരു പുതുമാറ്റത്തിന് തുടക്കം കുറിച്ചു. മാത്രമല്ല, ഡൽഹിയിൽ ഒരു പകരം സംവിധാനം ഇല്ലെന്ന് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്താൽ ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് അവർ BJP സ്വീകരിച്ചപ്പോഴും അവർ ആപ്പനെയായിരുന്നു ഡൽഹി ഭരണം ഏൽപ്പിച്ചത്. കാരണം ഡൽഹി ഭരണത്തിലെ മധ്യവർഗത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇവിടെ നിലംപരിശായിരിക്കുന്നു, കാപട്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് BJPയുടെ സംഘടനാ പ്രവർത്തനം, കുടുംബയോഗങ്ങൾ, കൃത്യമായ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ, വസ്തുതകളെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കൽ, ഇതിലൊക്കെ വലിയ വിജയം കണ്ടിട്ടുണ്ട്. കുറ്റമറ്റ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും BJPയുടെ കൈമുതലാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുകയും ചെയ്യുന്നു സ്മൃതി. ശരി, സന്തോഷ് ജോയ്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണം ഞാൻ ഓർക്കുകയാണ്. ഈ സൈലന്റായ വോട്ടർമാർ, അവരുടെ നിലപാട് പ്രതിഫലിച്ചിട്ടുണ്ടാവില്ല എക്സിറ്റ് പോളിൽ, ഒരുപക്ഷെ ആപ്പിന് സാധ്യതയുണ്ട് എന്ന്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കാരണമെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? ഈ പറഞ്ഞ മദ്യനയം അഴിമതി കേസിൽ നേതാക്കളെ മുഴുവൻ മുക്കി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യം, അതിഷി എന്നൊരൊറ്റ നേതാവിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നു. അപ്പോൾ ആ പിനി എന്താണ്? ആ പിനിയുണ്ടോ? അല്ല, ആം ആദ്മി പാർട്ടി ഉണ്ട്. ആം ആദ്മി പാർട്ടി ഒരു പ്രതിപക്ഷത്തിന്റെ റോള്, ആം ആദ്മി പാർട്ടിക്ക് അപ്പുറം, ആം ആദ്മി പാർട്ടിക്കാട്ടി ബെറ്റർ ആരും ഒരു നല്ല പ്രതിപക്ഷത്തിന്റെ റോൾ പ്ലേ ചെയ്യാനുള്ള സാഹചര്യമില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ തോൽവിയുടെ കാര്യം സ്മൃതി നമ്മൾ അന്നും സംസാരിച്ചായിരുന്നു. ആം ആദ്മി പാർട്ടി ഒരു മിഡിൽ ക്ലാസ് ലോവർ ക്ലാസിന്റെ കോമ്പിനേഷൻ ആയിരുന്നു. ഈ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷനകത്ത് രാംലീല മൈതാനത്ത് കൂടിയ ആൾക്കാരില്ല, അതിൽ ഈ ചേരിലുള്ള ആൾക്കാരല്ല, അത് പല കോർപ്പറേറ്റ് എംപ്ലോയീസ്, ജേർണലിസ്റ്റുകള്, പല ആൾക്കാരാണ് കൂടി അരവിന്ദ് കെജ്രിവാളിനെ നേതാവാക്കി. അതിന് BJP കൂടിയിരുന്നു. അപ്പോൾ ബജറ്റ് പ്രഖ്യാപനം കൊടുത്ത വിജയമാണോ BJPക്ക്? സൗജന്യങ്ങൾ തമ്മിൽ നടന്ന ഒരു മത്സരം, അത് അരവിന്ദ് കെജ്രിവാളിനെ നേരിടാൻ വേണ്ടി BJP തന്നെ പരിഹസിച്ച് നടന്ന റേവ്ഡി എന്ന് പറഞ്ഞ കാര്യത്തിന് ഏറ്റെടുത്ത് വാഗ്ദാനം ചെയ്ത് വന്നു. പക്ഷെ അത് ഇനി വരാൻ പോകുന്ന സമയം അറിയും. BJPയുടെ വെൽഫെയറിന്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ വെൽഫെയറിന്റെ ഒരു ഫിലോസഫി ഡിഫറെന്റ് ആണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം വിജയ് ഗോയൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് അരവിന്ദ് കെജ്രിവാൾ 200 യൂണിറ്റ് ഫ്രീ ആണെന്ന്, ഇലക്ട്രിസിറ്റി ഫ്രീ ആണെന്ന് പറഞ്ഞ കാലത്ത് ഞങ്ങൾ വിജയ് ഗോയലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളും 200 യൂണിറ്റ് ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഫ്രീ എങ്ങനെ കൊടുക്കും? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ LED ബൾബുകൾ കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊടുക്കും, അപ്പൊ അതോടുകൂടി ആൾക്കാർ ഇലക്ട്രിസിറ്റി ലാഭിക്കുമെന്ന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ BJPയുടെ ഒരു ആൾക്കാരുടെ വെൽഫെയറിന്റെ ഡെഫിനേഷൻ ഡിഫറെന്റ് ആണ്. ഇപ്പം BJPക്ക് കിട്ടിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ലുട്ടിയൻസ് ഡൽഹിയിൽ ഒരു പുതിയ പാർലമെന്റും പുതിയ പ്രധാനമന്ത്രി ആവാസവും ഒക്കെ പണിഞ്ഞെങ്കിലും
നരേന്ദ്രമോദി ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ ഡൽഹി NCRനെയും BJPയുടെയും ആ ഒരു കോർപ്പറേറ്റ് ഒരു വിഷൻ അനുസരിച്ച് ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എല്ലായിടത്തും BJPയുടെ ഗവൺമെന്റ് വരണം. അത് ഇന്ന് അത് സാധിച്ചു. കാരണം ഈ ഡൽഹി NCR നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറഞ്ഞ അൽവർ മുതൽ സോണിപത്ത് വരെയും അവിടെ അങ്ങ് ബാഗ്പത്ത് വരെയും ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അത് കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ പല അവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സാഹചര്യമാണ്. അത് അരവിന്ദ് കെജ്രിവാൾ കാരണം മാത്രം. കാരണം ഈ ചേരികളൊക്കെ എന്ന് പറഞ്ഞാൽ ഡൽഹി സഞ്ചരിക്കുന്ന ആൾക്കാർക്കറിയാം, ഈ സൊസൈറ്റികളുടെ ഇടയ്ക്ക് വിപുലമായിട്ട് 10-20 അത് അന്തേരി ഈ മുംബൈ എയർപോർട്ടിന്റെ അടുത്തുള്ള ആ ചേരിന്റെ കൂട്ട് തന്നെയാണ്. ഇഷ്ടം പോലെ ഈ മുഖ്യമന്ത്രി ആവാസത്തിന്റെ പുറയിൽ ഒരു ചേരുണ്ട്. അപ്പൊ ഈ ആൾക്കാരുടെ കാര്യങ്ങള് ഇനി മുമ്പോട്ട് ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു സ്കീമുണ്ട്. ആ സ്കീമിന്റെ ബേസിക് ഡെഫിനേഷൻ ഈസ് ഗരീബി ഹട്ടാനേക്കിലെ ഗരീബ് ഹട്ടാവും എന്ന് പറഞ്ഞാല് പോവർട്ടി മാറ്റാൻ വേണ്ടി പൂറിനെ മാറ്റി കഴിഞ്ഞാൽ പോവർട്ടി മാറ്റുക. നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് സമയത്ത് കണ്ടതാണ്, എല്ലായിടത്തും കണ്ടത്. അപ്പം ഡൽഹിക്ക് ഒരു പുതിയൊരു ചാപ്റ്റർ ഡൽഹിയിൽ എഴുതാൻ പോകുന്നുള്ള ഒരു കാര്യത്തിന് സംശയമില്ല. ഇനി അതിവേഗമായിരിക്കും വികസനം എന്നുള്ള കാര്യം അല്പം മുമ്പ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. ഡൽഹിയുടെ വികസനം, വേഗത്തിലുള്ള വികസനം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ ജനങ്ങൾ കേജ്രിവാളിനെ വിശ്വസിച്ചിരുന്നു. 4ാം വട്ടം വിധി തേടുകയായിരുന്നല്ലോ. അപ്പോൾ ഈ തുടർച്ചയിലുള്ള ഒരു മടുപ്പാണോ കാരണം? അതോ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി തന്നെ പറഞ്ഞതുപോലെ കയ്യും കാലും കെട്ടിയിട്ട സാഹചര്യം, അങ്ങനെ കയ്യും കാലും കെട്ടിയിട്ട ഒരു നേതാവിനെ വിജയിപ്പിച്ചത് കൊണ്ട് നമുക്കെന്ത് കാര്യം? ഇവിടെ അധികാരമുള്ളവരെ തന്നെ തിരഞ്ഞെടുത്താൽ കൂടുതൽ വികസനം നമുക്കുണ്ടാകുമെന്ന തിരിച്ചറിവാണോ, വിലയിരുത്തലാണോ ഡൽഹി ജനത നടത്തിയത്? അല്ല, ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ കുറവുകൾ കാരണമല്ല. അരവിന്ദ് കെജ്രിവാളിന്റെ ഈ തോൽവി BJPയുടെ മിടുക്കും BJPയുടെ മുതലും കഴിവും കാരണമാണ്. ഈ ഡൽഹിയിൽ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ അറിയുന്നത് ഈ കാഡർ അല്ല പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനൊരു പ്രൊഫഷണൽ ടീം തന്നെ ഉണ്ട്. പല കാര്യങ്ങൾ നേരിടുക്കാൻ ഈ ഓരോ ബൂത്തുകളിലും 10,000-2000 പേരെ ഡിലീറ്റ് ചെയ്തിട്ട് 10,000-2000 പേരെ ആഡ് ചെയ്യുക. അത് ഇലക്ഷൻ മാൽ പ്രാക്ടീസ് ഒന്നുമല്ല, അത് മൈക്രോ മാനേജ്മെന്റ് തന്നെയാണ്. ഈ ആൾക്കാരുടെ അഡ്രസ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ ആ സപ്പോർട്ടർ ആം ആദ്മി പാർട്ടിയുടെ കോൺഗ്രസ് സപ്പോർട്ടർ ആണെങ്കിൽ ഉടനെ ഇലക്ഷൻ കമ്മീഷന് ഒരു കംപ്ലൈന്റ് പോകും, അവരുടെ ഇലക്ഷൻ വോട്ടർ ലിസ്റ്റിൽ പേര് കട്ടാവും. അതേ സമയത്ത് പുതിയ BJP സപ്പോർട്ടറിന്റെ വോട്ടുകൾ ആഡ് ചെയ്യുകയും ചെയ്യും. ഈ മൈക്രോ മാനേജ്മെന്റ് ഒരു ഭാഗമായിട്ടാണ് ഒരു ആരോപണം ഇന്നലെ സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നത്. ഈ മഹാരാഷ്ട്ര മോഡൽ അവർ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരു 10-30 ലക്ഷം വോട്ട്, സെയിം ആധാർ കാർഡ് ഉള്ള വോട്ടുകൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഡൽഹിയിലോട്ടും ഡൽഹിയിൽ നിന്ന് ബീഹാറിലോട്ടും ഇങ്ങനെ ഇലക്ഷന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. കാരണം ഈ ആൾക്കാർ തന്നെയാണ് മഹാരാഷ്ട്രയിൽ വോട്ടറായിട്ട് അടുത്ത ഡൽഹി ഇലക്ഷൻ വരാൻ നേരം ഡൽഹിയിൽ വോട്ടറാവും. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം വോട്ടർമാരുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇവിടുത്തെ കണക്കറിയില്ല, പക്ഷേ ഈ പരാതി ആം ആദ്മി പാർട്ടി പലതവണ പറഞ്ഞതാണ്. സന്തോഷമായി ഒരു കാര്യം കൂടി, കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ചതിച്ചു എന്ന രൂപത്തിലുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം വരുന്നുണ്ട്. ഒരു സഖ്യം അവർ ആഗ്രഹിച്ചിരുന്നില്ല, എന്നാൽ പോലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളടക്കം തിരിച്ചടിയായ എന്നൊരു വിലയിരുത്തൽ അവിടെ നടത്തുന്നു. ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുക അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു കാര്യമായിരുന്നില്ലേ? കഴിഞ്ഞ തവണത്തേക്കാൾ 2% മാത്രമാണ് കോൺഗ്രസിന് വോട്ട് ഷെയർ കൂട്ടാനായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് ആണ് ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കാരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അല്ല, കോൺഗ്രസിന് അതൊരു നിലനിൽപ്പിന്റെ ഒരു ഫൈറ്റാണ്, എക്സിസ്റ്റൻഷ്യൽ ഫൈറ്റാണ്. കോൺഗ്രസ് എല്ലാ ഗ്രാമങ്ങളിലും ഡൽഹിയിലെ ഓരോ സ്ഥലത്തും ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ സഖ്യത്തിൽ ഈ പ്രാവശ്യം പോയ കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ തകർന്നു എന്നുള്ള കാര്യം കോൺഗ്രസിന് അറിയാം. കോൺഗ്രസിന് നിലനിൽപ്പ് ഡൽഹിയിൽ വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ തോൽവി കോൺഗ്രസിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടി അത്യാവശ്യമായിരുന്നു. അത് ആം ആദ്മി പാർട്ടി പ്രാവശ്യം തോറ്റില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ഡൽഹിയിൽ ഇല്ലാതായി പോകുന്നു. എന്നാൽ തലസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലാതെ പോകുന്നത് അത് കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അത് മാത്രമല്ല, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് ഒരു അലയൻസിന് വേണ്ടി ശ്രമിച്ചതുമില്ല. അവർ നല്ലോണം മത്സരിച്ചാണ് ഈ ഇലക്ഷൻ അവർ നേരിട്ടത്. ശരി, ശ്രീ വിനോദ് മാത്യു വിൽസൺ, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ വിനോദ് മാത്യു വിൽസണിലേക്ക് ഞാൻ വരാം. ഞാൻ BJP പ്രതിനിധിക്ക് തോന്നുന്നു ശ്രീ TP ജയചന്ദ്രൻ,
ഇപ്പോൾ വോട്ടർമാരുടെ പേര് കൂടുതലായി ചേർക്കുന്നു. ന്യൂദില്ലിയിൽ 25% വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കിയെന്ന ആരോപണം അപ്പുറത്ത് കേജ്രിവാൾ ഉന്നയിച്ചിരുന്നു, ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ വോട്ടർമാരെ കൂടുതൽ ചേർക്കുകയും അവിടെ ഉണ്ടായിരുന്ന ചില ഒരു വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കിയും ഒക്കെയാണ് BJPയുടെ വിജയം എന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണത്തിൽ എന്താണ് മറുപടി? നോക്കൂ സ്മൃതി, നല്ല പണിക്കാരൻ ഒരിക്കലും പണിയായുധങ്ങളെ കുറ്റം പറയാറില്ല. നേരെ മറിച്ച് പരാജയപ്പെടുന്ന ചില രാഷ്ട്രീയക്കാർ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ വരെ അത് EVM-നെ കുറിച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സന്തോഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ സ്വരം അദ്ദേഹം ഒരു AAP ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രവർത്തിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാവുന്നത്. നോക്കൂ, കേരളത്തിലെ വാർഡ് വിഭജനം, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ പുറകിൽ പോയി അതിന് നിയമ നടപടികളിലേക്ക് പോകാനുള്ള വകുപ്പുണ്ട്. സർ, താങ്കൾ ഈ പറയുന്നതിൽ അല്പമെങ്കിലും പരമാർത്ഥവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നില്ലേ? പകരം ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും തുറന്ന് സമ്മതിക്കാൻ നഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വോട്ടുകൾ നിങ്ങളുടെ വിന കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ജനം മനസ്സിലാക്കി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 70 കോടി മുതൽ 90 കോടി രൂപ വിലയുള്ള കൊട്ടാരത്തിൽ അന്തി ഉറങ്ങുന്നവൻ, 1 കോടി രൂപയുടെ തൻ്റെ കർട്ടൻ വാങ്ങിച്ച് വീട് അലങ്കരിക്കുന്നവൻ, ജനങ്ങളുടെ നികുതി പണം എന്താ പറയുക മദ്യ അഴിമതിയിലൂടെ കൊള്ള ചെയ്ത് കൊണ്ടുപോവുകയും കോടതി നിശ്ചയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? സ്വാഭാവികമായിട്ടും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലവുമില്ലാതെ കുരുട്ടുബുദ്ധിക്കാരനായ ഒരു നേതാവിനെ 10 വർഷം കൊണ്ട് അദ്ദേഹം കെട്ടിപ്പൊക്കിയ ഒരു സാമ്രാജ്യവും ഒരു കുരുട്ടുബുദ്ധിയും ആ സംസ്ഥാനത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത് അവസാനത്തേതൊന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ഇതിനേക്കാൾ തെറ്റ് BJP ആണെങ്കിലും ജനങ്ങൾ ഇത് BJPക്ക് നൽകുന്ന ശിക്ഷയായിരിക്കും. ഇതിനെ സ്വീകരിക്കാതെ സ്വന്തം തെറ്റുകളും പോരായ്മകളും കണ്ടറിയുകയും പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സസ്റ്റൈനബിലിറ്റിയും അവരുടെ നിലനിൽപ്പിനും അധികാരം. ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും അതിന് നമ്മൾ കേവലം പടിയായുധത്തെ കുറ്റം പറയുകയും ചെയ്യുന്നത് എവിടെയാണ് വിജയിക്കാനാവുന്നത്? AAP എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അത് പ്രായോഗിക തലത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ സംസ്ഥാനത്തിലെ മാലിന്യം നീക്കുന്ന കാര്യത്തിലായാലും അവർക്ക് മാത്രമല്ല, അദ്ദേഹം വൈദ്യുതി ഒരു വിഭാഗത്തിന് നൽകുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കേൾക്കുന്നു വ്യവസായികളും സമൂഹവും അവർക്ക് താങ്ങാൻ കഴിയുന്നതിലധികം കൊടുക്കേണ്ടി വരുന്നു. വിലയിരുത്തുന്നുണ്ടോ BJP 42.99% എന്നുള്ളത് ചെറിയ വോട്ട് ഷെയർ അല്ല. മാത്രമല്ല സീറ്റുകൾ 22 കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും BJP പരാജയപ്പെട്ട ഒരവസ്ഥയിലേക്കല്ല ആം ആദ്മി പാർട്ടി വീണിരിക്കുന്നത്. അത്ര വലിയ വീഴ്ചയൊന്നും പറയാനാവില്ല. നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസവുമില്ല വോട്ട് ഷെയറിൽ. സ്മൃതി അങ്ങനെയും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ജനിച്ച് വീണത് മുതൽ അധികാരത്തിൻ്റെ ശീതളിമയിലേക്കായിരുന്നു ഈ പാർട്ടി വളർന്നത്, അല്ലേ? 2013 BJPക്ക് 31 സീറ്റ് കിട്ടിയപ്പോൾ 28 സീറ്റുമായിട്ട് അവർ 2ാം സ്ഥാനത്തായിരുന്നു. 8 സീറ്റുള്ള കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് അന്ന് മുതൽ അധികാരത്തിൻ്റെ ശീതളിമയിലായിരുന്നു ആ പാർട്ടി പോയത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നില്ല. ഞങ്ങൾ അവിടെ വലിപ്പത്തെക്കുറിച്ചൊന്നും കുറച്ച് കാണുന്നില്ല. നോക്കൂ, അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പകുതിയിലധികം വോട്ടുകൾ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായ പരിവർത്തനം നിങ്ങൾ നോക്കൂ. അവരുടെ വോട്ട് ഷെയറിൽ ഗണ്യമായി ഇത് വർദ്ധിക്കുക മാത്രമല്ല, കുറയുക മാത്രമല്ല, അഴിമതിക്കാരായ ആളുകളെ പൂർണ്ണമായിട്ടും ജനത കൈയൊടിഞ്ഞിരിക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. AAPയുടെ ചില വോട്ട് ഷെയറിൽ ഒരുപക്ഷെ 10% വോട്ടുകൾ മാറുമ്പോൾ അത് BJPയിലേക്കകത്തേക്ക് മാറുമ്പോൾ അവിടെ AAP തകർന്നോ ഇല്ലയോ എന്നുള്ളത് കാലമാണ് വിലയിരുത്തേണ്ടത്. ഈ തരത്തിൽ ഇത്രയും കാലം നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ അധികാരമില്ലാതെ ഭീഷണിയും കയ്യൂക്കും കുരുട്ടുബുദ്ധിയും കൊണ്ടുപോയ പ്രത്യയശാസ്ത്രത്തിന് അധികകാലം ഇനി ഡൽഹിയിൽ അങ്ങ് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു വ്യാമോഹം മാത്രമായി തീരും എന്നാണ് എൻ്റെ അഭിപ്രായം. വിനയത്തോടെ ഞാൻ പറയുന്നത്. ശരി, അധികാരത്തിന്റെ ആത്മവിശ്വാസം. വളരെ നന്ദി. TP ജയേന്ദ്രൻ, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, സന്തോഷ് ജോയ് ചർച്ചയിൽ പങ്കെടുത്തതിന്.